ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ലീക്കേജാണ്. അതായത് പ്ലംബിങ്ങുമായി സംബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ നമ്മുടെ ക്ലോസറ്റിൽ വെള്ളം കണ്ടിന്യൂസ് ആയി ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അതായത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, കണ്ടോ, വെള്ളം ഇങ്ങനെ ഏത് സമയത്തും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. നോക്കട്ടെ. ഇനി ഇവിടെ നിന്ന് ഇത് അഴിച്ചെടുക്കുക. ഇത് നമ്മൾ അഴിച്ചെടുത്തു. പിന്നെ ഈ ബോൾ ഇവിടെ തടസ്സമായിരുന്നെങ്കിൽ ഈ ബോളും കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതഴിക്കാതെ വേണമെങ്കിൽ ചെയ്യാം, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് അതിൻ്റെ സിസ്റ്റം അഴിച്ചെടുക്കാം. ആദ്യമായി ഈ വെള്ളം ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നേരെ ലെഫ്റ്റിലോട്ട് തിരിക്കുക. അവിടെ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്കിൽ നിന്ന് ഇളകി അത് ഇനി വരും. ഇതാണ് സാധനം. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഷർ ഉണ്ടല്ലോ, ഈ വാഷർ കുറച്ച് പൊസിഷൻ മാറിപ്പോയി കേട്ടോ. പൊസിഷൻ മാറിയല്ലേ ഇതൊന്ന് വളഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നേരെ സീറ്റിങ്ങിൽ ഇരിക്കാത്തത് കാരണമാണ്, ഈ വാഷർ നേരെ സീറ്റിങ്ങിൽ ഇരിക്കാത്തത് കൊണ്ടാണ് ഈ വെള്ളം ലീക്ക്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ, ഇതാ ഇങ്ങനെ വലിച്ചൊന്ന് പിടിച്ച് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു വാഷർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് വെറും 20 രൂപയേ ഉള്ളൂ. 20 രൂപ കൊടുത്താണ് ഈ വാഷർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഈ വാഷർ നമ്മൾ ആ ഇട്ടിരുന്ന സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വാഷർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതാ നോക്കൂ, ഇതിങ്ങോട്ട് വയ്ക്കുക. ഇവിടെ ഒരു ചുഴിവുണ്ട്. ആ റിങ്ങിനകത്തേക്ക് നമ്മളിതാ ഇങ്ങനെ ഒന്ന് വലിച്ച്, ഒത്തിരി ഒന്ന് പ്രസ് ചെയ്യണം, ഒന്ന് വലിച്ച് ഇടുക. കണ്ടോ, എന്നിട്ട് ഇത് ജസ്റ്റ് കറക്റ്റ് സീറ്റിംഗ് ആക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ നിസ്സാരമാണ്. ഇത് ആർക്കും, നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ പ്ലംബറെ കാത്തിരിക്കുകയോ പ്ലംബറെ വിളിക്കാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല. ഇത് വേറെ ഈ നിസ്സാരമായി 20 രൂപയ്ക്കാണ് ഈ സംഗതി നമ്മളിപ്പോൾ നിർത്തുന്നത്. ഓക്കെ, ശരി, നമ്മൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കുക. വളരെ സിമ്പിളാണ്. ഇത് ഇതിലോട്ട് വയ്ക്കുക. ഇത് നോക്കൂ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചുഴിവുണ്ട്. അതായത് ആ ഒരു ചുഴിവ് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ആ ലോക്കിംഗ് സിസ്റ്റങ്ങൾ നേരെ വച്ച് താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിക്കുക. ലോക്കായി കഴിഞ്ഞു കണ്ടോ. ഇനി ഇത് ഇളകി വരത്തില്ല. കേട്ടോ, അപ്പോൾ നമ്മൾ റീഫിറ്റ് ചെയ്യാൻ പോയി. ഫിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഹാൻഡിൽ ഇതിങ്ങനെ വയ്ക്കുക. ഇതിനൊരു നട്ടുണ്ട്, PVC. ആ നട്ട് വെച്ച് ചെറുതായി ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വെള്ളം തുറന്ന് നോക്കാം. വെള്ളം ഫ്ലഷ് ടാങ്കിൽ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിനി തുറന്ന് നോക്കുകയാണ്. ഓ, പെർഫെക്റ്റ്. കണ്ടോ, നിങ്ങൾ കാണാമെന്ന് തോന്നുന്നു, ഒരു തുള്ളി പോലും വെള്ളം ലീക്കില്ല.
അപ്പോൾ ഇത് സാധാരണപ്പെട്ട ആർക്കും ചെയ്യാവുന്നുള്ളൊരു പ്രവൃത്തിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായും ബാഡ് സ്മെല്ലാതെ ഇല്ലാതിരിക്കുന്നതിനുമായി ഒരു കാര്യം ചെയ്യാം. ഇത് ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. ഹാർപ്പിക്കിന്റെ ടാബ്ലറ്റ് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതെന്തെന്നാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഈ ഹാർപ്പിക്കിന്റെ ടാബ്ലറ്റ് വാങ്ങി മേടിച്ച് വന്നിട്ട് അത് ഡയറക്റ്റ് ഫ്ലഷ് ടാങ്കിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടുമ്പോഴുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ നാള് നമുക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അതിലൊരു 3-4 ഹോൾ ഇട്ടതിന് ശേഷം ആ ഹാർപ്പിക്കിന്റെ ടാബ്ലറ്റ് ആ ബോട്ടിലേക്ക് നിക്ഷേപിക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് നേരെ നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് വയ്ക്കുക. അപ്പോൾ ഞാൻ ചെയ്ത രീതി നിങ്ങളെ കാണിക്കാം. ഇതാണ്, ഇങ്ങനെ ഇത് ബോട്ടിലിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഇതിൽ 3-4 ഹോൾ ഇട്ട് വച്ചിരിക്കുകയാണ്. അത് നമുക്ക് നേരെ ഫ്ലഷ് ടാങ്കിലേക്ക് ഇടാം. ടാബ്ലറ്റ് അടങ്ങിയ ബോട്ടിൽ നമ്മൾ ഇതിൽ നിക്ഷേപിച്ചിട്ട് ഏകദേശം 5 മിനിറ്റായി. നമുക്ക് ഇനി ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. കണ്ടോ? ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.